കുറച്ച് നാൾ മുന്നേ ഞാനൊരു മാങ്ങയുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, ആഫ്രിക്കയിലെ സീസൺ അനുസരിച്ച് ഓരോ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിടാമെന്ന്. ഇന്ന് ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ട് പോയതാണ്. പോകുമ്പോഴത്തേക്കും പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ ഓറഞ്ച് പാടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കണ്ട്. അപ്പോഴാണ് ഞാൻ നിങ്ങളെ കാര്യം ഓർത്തത്. എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. അവിടെ സെക്യൂരിറ്റിയെ വേറെ ആരെയും കാണുന്നൊന്നുമില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇടിച്ച് കയറിയിട്ടുണ്ട് അകത്തോട്ട്. നോക്കാൻ നിൽക്കുന്നതെന്ന് അറിയത്തില്ല, അതിക്രമിച്ച് കയറിയതാണ്. ഇഷ്ടംപോലെ ഉണ്ട്. കുറേ നേരം നമ്മൾ അവിടെയൊക്കെ തപ്പി നടന്നായിരുന്നു. ആരെങ്കിലും സെക്യൂരിറ്റി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് പെർമിഷൻ എടുത്തിട്ട് കുറച്ചുകൂടി ഉള്ളോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആരെയും കാണാനില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഭാഗത്തോട്ട് മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഇത് ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു വലിയ പാടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സീസൺ സമയമാകുമ്പോഴത്തേക്കും നല്ലതുപോലെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലത്തെ ഫാമെല്ലാം കാണാറുണ്ട്. പലയിടത്തും കയറണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചിലയിടത്തൊക്കെ ഫെൻസൊക്കെ വെച്ചിട്ടുണ്ടാവും, ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കും. ഇവിടെ ഇങ്ങനെ ഗേറ്റൊന്നും ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ സാധാരണ സെക്യൂരിറ്റി കാണുകയാണെങ്കിൽ അവരുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് കയറാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരെയും കണ്ടതുമില്ല. എന്തായാലും ആളും പേരും ഒക്കെ ഉള്ള സ്ഥലം തന്നെ തോന്നുന്നു. വെള്ളം ഒഴിക്കാനുള്ള എല്ലാ സംവിധാനവും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാനെന്ന് വെച്ചാൽ. നേരിട്ട് കാണാൻ ഭയങ്കര രസം. നമുക്ക് തിരിച്ച് വരാൻ പോലും തോന്നത്തില്ല. അത്രയ്ക്ക് ഭയങ്കര രസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓറഞ്ചാണോ മൊസാമ്പിയാണോ എന്നറിയാൻ വയ്യ. കണ്ടിട്ട് മൊസാമ്പിയുടെയൊക്കെ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും 2-3 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. നോക്കിയിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. മീനുണ്ടോ എന്താണെന്ന് അറിയില്ല. കൃഷിക്ക് ആവശ്യമുള്ള വെള്ളമാണെന്നാണ് തോന്നുന്നത്. അതേണ്ടാ അപ്പുറം സൈഡ് തൊട്ടേ ഇങ്ങനെ ഇത് മൊത്തം ഓറഞ്ചാണ്. നോക്കിയാൽ കാണാത്ത അത്രയും ദൂരത്തിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. അത് ഒരു സൈഡിൽ നിന്ന് ഇതായി വരുമ്പോഴത്തേക്കും, മരം ഒന്ന് മെച്ചൂർഡായി വരുമ്പോഴത്തേക്കും അടുത്ത സൈഡിൽ നിന്ന് അവർ പ്ലാന്റ് ചെയ്തും വരും. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇനി എന്താണിതെന്ന് കഴിച്ചു നോക്കണം. അവിടെ നിന്ന് മറിച്ചിട്ട് വന്നതാണ്. നാരങ്ങയാ? I think so. I think so. പുളിയുണ്ടോ?